ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും നിബിഡമായ ഒരു വനം നമ്മുടെ തിരുവനന്തപുരം പ്രദേശത്ത് ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. പുലയനാർ കോട്ടയ്ക്കടുത്ത് ഈ നിബിഡ വനമുള്ള ഈ പ്രദേശം തന്നെയാണ് കുറ്റവാളികൾ ഒളിച്ചിരിക്കാനായി തിരഞ്ഞെടുത്തത്. ഇന്ന് അതിലെ കൂട്ടുപ്രതിയായ വിനീത് കുമാറിനെ, പാച്ചല്ലൂർ വിനീത് കുമാർ എന്ന് പറയുന്ന ആ വ്യക്തിയെ ഇവിടേക്ക് കൊണ്ടുവന്ന് ആയുധങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണ് പോലീസ്. ഇന്നലെ ഈ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം പത്തു പ്രദീപും കൂട്ടാളികളും ഒരു ആൾട്ടോ സിൽവർ കാറിൽ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. അവർ പേട്ട ഭാഗത്തേക്കും തുടർന്ന് പുല്ലനാർകോട്ട ഭാഗത്തേക്കും വന്നതായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ പോലീസ് ഉടൻ തന്നെ ഈ സ്ഥലത്തെ വളഞ്ഞു. ഇത് ഒരു വലിയ കുന്നിൻ പ്രദേശമാണ്. പ്രധാനപ്പെട്ട സ്വകാര്യ ഹോസ്പിറ്റലും അതുപോലെ നമ്മുടെ പുലയനാർകോട്ട ഭാഗത്തുള്ള ഹോസ്പിറ്റലും സദേൺ എയർ കമാൻഡിൻ്റെ ഭാഗവും ഒക്കെ വരുന്നതിനിടയ്ക്കുള്ള ഒരു വലിയ പ്രദേശം. ആ കൊടും കാടിനുള്ളിലായിരുന്നു അവർ ഇന്നലെ ഒളിച്ചിരുന്നത്. നമ്മളിപ്പോൾ പോകുന്ന ഈ വഴിയിൽ ഈ പോലീസ് ജീപ്പുകൾ കിടക്കുന്നതിൻ്റെ തൊട്ടു മുന്നിലുള്ള ഈ ഒരു ഭാഗത്തായിട്ട് ഒതുക്കിയിട്ട നിലയിലായിരുന്നു ആ ആൾട്ടോ സിൽവർ കാർ ഉണ്ടായിരുന്നത്. അതിവിടെയായിരുന്നു കിടന്നിരുന്നത്. അവിടെ നിന്ന് പ്രതികൾ ഉള്ളിലേക്ക് വന്നു. ഇന്നലെ ഏകദേശം ഒരു 4 മണിയോടെ ആവണം കാറ് ഇവിടെ ഉണ്ടെന്നുള്ള വിവരം പോലീസ് അറിയുകയും മാധ്യമങ്ങളൊക്കെയും ഇവിടെ വരികയും ചെയ്തത്. തുടർന്ന് ഇവിടെ ഒളിച്ചിരുന്നവർ, പോലീസിൻ്റെ സാമീപ്യം മനസ്സിലാക്കിയവർ കൂടുതൽ ഉൾക്കാട്ടിലേക്ക് കയറുകയുണ്ടായി. ഇതിൽ 4ഓളം പേരാണ് ഉണ്ടായിരുന്നത്. ഈ 4 പേർ ഉപയോഗിച്ച വെട്ടുകത്തിയും മറ്റ് സാധനങ്ങളും ഒക്കെ ഇവിടെ നിന്ന് തന്നെ പോലീസിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഈ കാട് മുഴുവൻ അരിച്ചു പറക്കുകയാണ്. ഇവിടെ ഈ സമയം ഏകദേശം നമ്മളിവിടെ നിൽക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നട്ടുച്ച സമയമാണ്. ഇന്നലെ ഈ സമയത്ത് തന്നെയാണ് പാച്ചല്ലൂർ അല്ല, നമ്മുടെ കൈതമുക്ക് പാൽക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കുറ്റകൃത്യം നടന്നത്. അതും തൊട്ടടുത്ത സ്വന്തം അയൽക്കാരനായിട്ടുള്ള വിശാഖ് എന്ന് പറയുന്ന വ്യക്തിയെയാണ് പത്തു പ്രദീപും സംഘവും ആക്രമിച്ചത് നട റോഡിലിട്ട്. അവരുടെ മൊഴി അനുസരിച്ചാണെങ്കിൽ കൊല്ലാനുള്ള പദ്ധതി ഇല്ലായിരുന്നു എന്നും സ്ഥിരം അവൻ ഒരു കിടപ്പ് രോഗിയായി മാറണം എന്ന രീതിയിൽ ചെയ്തതാണെന്നും പറയുന്നു. ഏകദേശം 5 മാസങ്ങൾക്ക് മുമ്പ് ഈ കൊല്ലപ്പെട്ട വിശാഖ് തന്നെ ഇന്നത്തെ പ്രതിയായ പത്തു പ്രദീപിനെ കുത്തി ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു പക മനസ്സിൽ സൂക്ഷിച്ച പത്തു പ്രദീപ് ഇയാൾ ജയിൽ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും ഈ സ്ഥലത്തേക്ക് വരുന്ന മുറയ്ക്ക് തീർക്കാൻ വേണ്ടി അവർ പദ്ധതി ഒരുക്കി. ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നുവെന്ന് പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. കാരണം അവർ ഒരു കാറ് വാടകയ്ക്കെടുത്തു. ആ കാറിനകത്ത് 2 പുതിയ ആയുധങ്ങൾ ഉൾപ്പെടെ 4 ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണത്തിൻ്റെ വില 250 എന്നും ഒരെണ്ണത്തിൻ്റെ വില 400 എന്നും എഴുതിയിരിക്കുന്നു. ബാക്കി അടുക്കളയിൽ ഉപയോഗിക്കുന്ന വെട്ടുകത്തി പോലുള്ള സാധനങ്ങൾ തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്രതി ആക്രമിക്കപ്പെട്ട് പാൽക്കുളങ്ങര സ്വന്തം വീട്ടിൻ്റെ ഏകദേശം 100 മീറ്റർ അപ്പുറത്ത് മാറി കിടന്നിട്ടും ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ആ വീട്ടിൽ ഒരു വയോധികയായ അമ്മ മാത്രമേ ഉള്ളൂ. നമ്മുടെ മറ്റൊരു വീഡിയോയിൽ അമ്മ പറയുന്നുണ്ട് മകനെക്കുറിച്ച്. നമ്മൾ നിർബന്ധിച്ചിട്ടല്ല, അമ്മ സ്വമേധയാ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മതിലിൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് ഈ 2 പേരും ശത്രുതയുടെ കൂരമ്പുകൾ എയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഒരുപക്ഷെ എന്നെങ്കിലും ഒരു ദിവസം ഇവർ 2 പേരിൽ ആരെങ്കിലും ഈ രൂപത്തിൽ തീരണം എന്ന് അവർ തന്നെ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങി തിരിച്ചതുപോലെയുണ്ട്. ഇതിൽ ഒരാൾക്ക് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ട്. പത്തു പ്രദീപിൻ്റെ വീട്ടിൽ നമ്മൾ പോയപ്പോൾ അച്ഛനെ തിരക്കുന്ന കുഞ്ഞിനെ കണ്ടു. അച്ഛൻ പിടിക്കപ്പെട്ടു എന്നറിയാതെ, അച്ഛൻ കൊടും ക്രിമിനലാണ് എന്നറിയാതെ വളർന്നുകൊണ്ടിരിക്കുന്ന പാവം കുഞ്ഞുങ്ങളെ കണ്ടു. ഈ ഒരു പ്രദീപ് എന്ന് പറയുന്ന വ്യക്തിയെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച ഒരു പെൺകുട്ടിയെ കണ്ടു. അവനെ ഓർത്ത് കരയുന്ന ഒരച്ഛനെ കണ്ടു. മറുവശത്ത് മകൻ നഷ്ടപ്പെട്ട ഒരമ്മയുണ്ട്. ഇത് രണ്ടും ഒരു അതിരിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ടുള്ള 2 വീടുകളാണ്. ഇവിടെ നമുക്ക് കാണാം ഈ പത്തു പ്രദീപ് എന്ന് പറയുന്ന 1-ാം പ്രതിയുടെ കൂട്ടാളിയായിട്ടുള്ള വിനീത് കുമാർ. ഈ വിനീത് കുമാറിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതിന് കാരണം ഈ ആയുധങ്ങൾ കരുതിയ ആ സഞ്ചി ഉപേക്ഷിച്ചത് എവിടെയാണ് എന്ന് കാണിച്ചു കൊടുക്കാനാണ്. അത് വിനീത് കുമാറാണ് കൊണ്ടുവന്നത്. ഇവരൊക്കെയും ഈ പറയുന്ന 4 പേരും, ആ ആൾട്ടോ കാറിലുണ്ടായിരുന്ന 4 പേരും വ്യത്യസ്ത സ്റ്റേഷനുകളിലെ
റൗഡി ലിസ്റ്റിൽപ്പെട്ടവരും കാപ്പ കേസ് ഉൾപ്പെടെയുള്ള പ്രതികളായി കാപ്പ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾക്ക് പ്രതികളായി ഉള്ളവരും ഒക്കെയാണ്. ഇങ്ങനെ പല പല കുറ്റകൃത്യങ്ങളിലൂടെ കടന്നു വന്ന പ്രതികൾ ഇന്നലെ ഈ ഒരു സംഗതിക്ക് വേണ്ടി സംഘം ചേരുന്നു. ആ രീതിയിൽ തന്നെയാണ് പ്ലാനിങ്ങോടുകൂടി അവിടെ വിശാഖ് എത്തുമെന്നും വിശാഖിനെ ഇവിടെ വെച്ച് തന്നെ ഈ രീതിയിൽ ഒന്ന് തീർക്കണമെന്നും, തീർക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരിക്കലും അവൻ പിന്നെ എഴുന്നേക്കരുത്. അതുകൊണ്ട് തന്നെ അവർ മാരകമായി ആക്രമിച്ചിരിക്കുന്നത് വിശേഷിച്ചും കാൽമുട്ട്, കൈമുട്ട് മുതലായിട്ടുള്ള ശാരീരിക ഭാഗങ്ങളിലേക്ക് മാത്രമാണ്. കഴുത്തിലേക്കോ മറ്റോ അങ്ങനെ ആക്രമിച്ചിട്ടില്ല. അതിൽ നിന്ന് പോലീസ് മനസ്സിലാക്കുന്നത് ഇത് തന്നെയായിരുന്നു. അവർ പറയുന്നത് പോലെ ഇവൻ എഴുന്നേക്കരുത് എന്നുള്ളതാണ് ലക്ഷ്യം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഇതുപോലുള്ള വൈരാഗ്യബുദ്ധിയോടുകൂടി പല സമയത്തും ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പും ഒരു ചെറിയ പ്രശ്നമുണ്ടായി എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇങ്ങനെ തൊട്ടടുത്ത് ഒരുമിച്ച് വളർന്നവർ, ഒരേ ആദർശത്തിൻ്റെ പേരിൽ ഒത്തുചേർന്നവർ, നിന്നവർ ഒക്കെയും പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളെ കൊണ്ട് ശത്രുക്കളായി മാറുന്ന കാഴ്ച. വാർത്തയിൽ പൊതുവെ പറഞ്ഞിട്ടത് അവരുടെ അതിർത്തി തർക്കം, വഴിപ്രശ്നം എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല എന്ന് വേണം കൂടുതൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഒരു 5 മാസം മുമ്പ് ഈ പ്രതിസ്ഥാനത്തുള്ള ആളിൻ്റെ അമ്മയുടെ മാല പൊട്ടിക്കാൻ ഇപ്പോൾ കൊല്ലപ്പെട്ട വിശാഖ് ശ്രമിച്ചു എന്നൊരു ആരോപണം അവർ പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ പല പ്രാവശ്യം അവർ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് നൽകിയിട്ടുണ്ട്. കോടതിയിൽ കേസുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ 2 കുടുംബങ്ങൾ തമ്മിൽ ഉള്ള ദീർഘകാലമായിട്ടുള്ള ഒരു ശത്രുത, അതിൽ നിന്ന് ഉടലെടുത്ത വൈരാഗ്യബുദ്ധി, അതിൽ നിന്നാണ് ഈ 2 യുവാക്കളും റോഡിൽ തീരാൻ വേണ്ടിയിട്ട് അവർ തയ്യാറെടുത്തതും അതിനുവേണ്ടി പദ്ധതികൾ ഒരുക്കിയതും. ഇന്ന് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു, മറ്റൊരാൾ ജയിലിലേക്കുമായി. ഒപ്പം നിന്ന കൂട്ടുപ്രതികളും അതുപോലെ തന്നെ. പക്ഷേ ഇവരിലൊക്കെ കാണുന്ന ഒരു മുഖഭാവമുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ. അതെങ്ങനെയാണ് ആ ഒരു മാനസികാവസ്ഥ കൈവരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. മുഖം മറച്ചിട്ടുണ്ടെങ്കിലും മറയ്ക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ അടുത്തു നിന്ന് അവരുടെ സംസാരങ്ങൾ കേൾക്കാൻ ഇടയായി. അവർ സംസാരിക്കുമ്പോൾ എന്തോ ഒരു നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ എത്ര ലാഘവത്തോടെയാണോ അവിടെ നിൽക്കുന്നത്, ഈ കാഴ്ചക്കാരായി നിൽക്കുന്നത്, അതിലപ്പുറം മറ്റൊരു സീരിയസ്നെസ് ഒന്നും പ്രതിസ്ഥാനത്തുള്ളവരും കാണുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ മരവിച്ച മനസ്സ്, ക്രൂരതയുടെ നാൾവഴികളിലൂടെ കടന്നു വന്ന ആൾക്കാരായതുകൊണ്ട് മരവിച്ചുപോയ ഒരു മനസ്സാവണം. ഈ കാട്ടിൽ ഇനിയും ചിലത് കണ്ടെത്താനുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വെട്ടുകത്തി മറ്റ് ആയുധങ്ങളും കണ്ടെത്തി. ഇപ്പം അവർക്ക് കണ്ടെത്തേണ്ടത്, ഇവർ മദ്യപിച്ചു എന്ന് പറയുന്നുണ്ട്. മദ്യക്കുപ്പിയും ചില്ല് ഗ്ലാസും, ധാരാളം കുപ്പികളും പ്ലാസ്റ്റിക് ഗ്ലാസ്സുകളും അവിടെ കിടപ്പുണ്ട്. പക്ഷേ ഇവർ ഉപയോഗിച്ചിരുന്നത് ചില്ല് ഗ്ലാസ് ആണ് എന്നാണ് പ്രതി കൊടുത്തിരിക്കുന്ന മൊഴി. അതുകൊണ്ട് പോലീസ് പല ഭാഗത്തേക്കും ഇങ്ങനെ അന്വേഷിച്ചു പോകുന്നുണ്ട്. നമ്മൾ മാധ്യമങ്ങൾ ഒരു കാരണവശാലും അവരുടെ ഡ്യൂട്ടിക്ക് തടസ്സമാവാത്ത രീതിയിൽ മറ്റൊരു സ്ഥലത്ത് ഒഴിഞ്ഞു നിന്നാണ് എല്ലാ ഫൂട്ടേജുകളും എടുത്തിട്ടുള്ളത്, വീഡിയോസ് എടുത്തിട്ടുള്ളത്. ഈ കണ്ട സ്ഥലത്ത് നിന്നാണ് ഈ ആയുധങ്ങൾ കണ്ടെത്തിയത്. ആ ഒരു പൊസിഷൻ അവർ മാർക്ക് ചെയ്ത് അത് തയ്യാറാക്കുന്ന കുറിപ്പുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അക്ഷാംശ രേഖാംശങ്ങൾ ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ട് ശാസ്ത്രീയമായി തന്നെ ആ തെളിവുകളെല്ലാം അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ശരിക്കും ഈ കേസിൽ അഭിമാനിക്കാം. അതായത് കൃത്യം നടന്ന് ഒരു 5-5.5 മണിക്കൂർ ഇതിനകത്ത് തന്നെ പ്രതികൾ പിടിക്കപ്പെട്ടു. വൈകുന്നേരം 2:30 മണിക്ക് കൃത്യം കഴിഞ്ഞ് മുങ്ങിയ പ്രതികളെ വൈകുന്നേരം 8 മണിയോടെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. അവർ ദൂരേക്ക് ഓടിപ്പോകാതിരിക്കാൻ ആ മല മുഴുവൻ പോലീസ് വളഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ട്രെയിൻ വഴിക്ക് രക്ഷപ്പെടാതിരിക്കാൻ. അതുപോലെ തന്നെ ഇന്നലെ ഈ കേസിൽ ആണെന്ന് തോന്നുന്നു ഇത്ര വേഗം ഒരു ലുക്കൗട്ട് നോട്ടീസൊക്കെ ഈ സോഷ്യൽ മീഡിയകളിലും മറ്റും പോലീസ് നൽകിയിരുന്നു. നമ്മളൊക്കെ കണ്ടതാണ്. ഈ ഒരു സ്ഥലത്ത് ഇവിടെയാണ് ഒരു സഞ്ചിയിൽ 4 വെട്ടുകത്തിയും ഒരു നീല ജേഴ്സിയും ഒരു പ്ലാസ്റ്റിക് കിറ്റിൽ പൊതിഞ്ഞ് ഇട്ടിരുന്നത്. ഇവിടെ ഇങ്ങനെ ഇടാൻ കാരണമുണ്ട്. കാരണം ഈ ഹോസ്പിറ്റലിൻ്റെ പരിസരം, ഈ
ഉൾക്കാട്ടിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഏരിയ മുഴുവൻ ചവറ്റുകൂനയാണ്. ധാരാളം വസ്തുക്കൾ, പ്ലാസ്റ്റിക്കും ആഹാരാവശിഷ്ടങ്ങളും പിന്നെ ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ കവറുകളുമായി ധാരാളം കാര്യങ്ങൾ അവിടെ ഇങ്ങനെ ആ പ്രകൃതിയെ മലിനമാക്കുന്ന രീതിയിൽ തന്നെ മനുഷ്യന്റെ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ നിന്ന ആൾക്കാർ ചിലർ പറയുന്നുണ്ടായിരുന്നു, ഈ അണലിയെ പോലുള്ള പാമ്പുകളൊക്കെ ധാരാളമുള്ള കാടാണ്, സൂക്ഷിച്ചു വേണം അങ്ങോട്ട് പോകാനെന്ന്. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ക്രിമിനൽ മൈൻഡുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് അവർ മദ്യപിക്കാനും ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു സങ്കേതമായി തിരഞ്ഞെടുക്കാനുമൊക്കെ ഈ പ്രദേശം ഉപയോഗിക്കുന്നതായി ഇതിൽ നിന്നെങ്കിലും മനസ്സിലാക്കണം. അധികാരികൾ ആ ഒരു മേഖലയിലേക്ക് കൂടി ഒരു ശ്രദ്ധ വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം ഇത്രയും മനോഹരമായ നിബിഡ വനമുള്ള തിരുവനന്തപുരത്തെ ഒരു പ്രദേശം മറ്റെങ്ങും കണ്ടിട്ടില്ല. കല്ലാറിലേക്കോ പൊന്മുടിയിലേക്കോ പോയാൽ മാത്രമേ കാണാൻ പറ്റൂ. അത്ര മനോഹരമായ ഒരു സ്ഥലം ഇവിടെയുണ്ട്. ഈ സ്ഥലം ശരിക്കും പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് എന്തുകൊണ്ട് നൽകിക്കൂടാ? ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധർക്ക് സങ്കേതമാക്കാൻ കൊടുക്കുന്നതിന് പകരം ആ രീതിയിൽ ഒരു ആലോചന വയ്ക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഇതിൻ്റെ സീനിയറായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവരെല്ലാം ഉണ്ട്. അവരുടെ അനുവാദം വാങ്ങിയിട്ടാണ് നമ്മൾ വീഡിയോ ചിത്രീകരിച്ചത്. അവർ ഇവിടെ വെച്ച് ബൈറ്റ് എന്തായാലും തരില്ല, സ്റ്റേഷനിൽ വെച്ച് ബൈറ്റ് തരൂ. ആ സ്ഥലത്തേക്ക് നമുക്ക് ഇവരോടൊപ്പം എത്താൻ കഴിയുമെങ്കിൽ നമുക്ക് ആ ബൈറ്റ് എടുക്കാം. ഇവിടെ വെച്ച് നമ്മൾ കണ്ടതുപോലെ തന്നെ മറ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടില്ല. തൊണ്ടിമുതലുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതികളെല്ലാം കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് അവരുടെ വലിയ തലവേദന ഒഴിഞ്ഞ ഒരാശ്വാസം അവർക്കുണ്ട്. ഇനി ഈ വാർത്തയിൽ നമ്മൾ കേട്ട സംഭവങ്ങളല്ലാതെ വാർത്തയ്ക്കൊരു ഉൾക്കാമ്പുണ്ട്. അതായത് കേൾക്കാത്ത മറ്റൊരു മുഖമുണ്ട്. ഇതൊക്കെ നമുക്ക് അവരോട് തന്നെ പോയി ചോദിക്കണം. ഇന്നലെ ഞാൻ ആ സംഭവ സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ ഇടനാഴിക്കുള്ളിൽ അങ്ങ് ദൂരെ കാണുന്നതാണ് ആ പ്രതിയായ പ്രദീപിന്റെ വീട്, പത്തു പ്രദീപിന്റെ വീട് എന്ന് അവിടെ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിച്ചു. അവിടെ ആ കട്ടളയിൽ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്. ഈ പ്രതിയുടെ ഇന്ന് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ പിതാവാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ പ്രതിയായ പത്തു പ്രദീപിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ പ്രതിയുടെ അച്ഛൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ സ്വന്തം മകനെ നഷ്ടപ്പെട്ട അമ്മയ്ക്കും ചിലത് പറയാനുണ്ട്. അവർ വിലാപത്തോടെയാണെങ്കിലും ആ വസ്തുതകൾ അവർ വിളിച്ചു പറയുന്നുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുന്ന അടുത്ത വീഡിയോ ഉടൻ നമ്മുടെ ചാനൽ വരുന്നതാണ്. ഇതെല്ലാം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികൾ ഇങ്ങനെയുള്ള ക്രിമിനൽ വാസനകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ണുനീരൊക്കെയും ഒപ്പിയെടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ദയവായി ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ.